നല്ല ഭംഗിയുണ്ട്. കവറിലൊക്കെ ആക്കിയിട്ട് അവരിങ്ങനെ വെച്ചിരിക്കുന്നു. തേന ഈ കവർ സഞ്ചിയൊക്കെ വാങ്ങിപ്പോയാൽ മതി. കഞ്ഞിക്കൂർക്കൊക്കെ എല്ലാ കുപ്പികളിലും വെച്ച് കെട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. വെള്ളം കഞ്ഞിക്കൂർക്ക അത്രയേ ഉള്ളൂ. എല്ലാ വിത്തുകളും കൂടെ ഉണക്കി വെച്ചിട്ടുണ്ട്. തേനീച്ച കൂടെ ഇറക്കണ്ട് കണ്ടില്ലേ. വെളുത്തുള്ളി, കൈതപ്പൂ, നെല്ലി എല്ലാം ഉണ്ട്. കുരുമുളക് ഉണക്കി വെച്ചൊക്കെ ഉണ്ടോ? ഒരു ഉള്ളി പോലെ അല്ലേ. ഉള്ളിയാണോ ബീട്രൂട്ടാണോ അറിയില്ല. കൈതച്ചക്ക എന്തോ ആണ്. ചിരങ്ങ വെച്ചതാണ്. പണ്ടൊക്കെ നമ്മൾ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എവിടെയെങ്കിലും കാണണം മത്തനും ചിരങ്ങയൊക്കെ. വെണ്ണത്തനും തൊണ്ടിയിൽ മത്തനും നമ്മളെ ശ്രീമോള അതാ പോണു. കണ്ണനും കുട്ടിയും മുമ്പിൽ പോണു, ഞാൻ ബാക്കിലാണ്. ഇവിടെ നിറയെ കൃഷിയാണ്. പന്തലൊക്കെ ഉണ്ട്. ഒക്കെ ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുന്നതാണ്. അത് ഇങ്ങനൊക്കെ തണുപ്പിനെല്ലാം പൊന്തി നന്നായി വരുന്നുണ്ടാവും. ആടൊക്കെ കൂട്ടുന്ന ഇറങ്ങണാണ്ട്. തനു ആട് ഭംഗിൻ്റെ ആടിന് കാണാം. പ്രത്യേക കളറ്. അതിന്റെ കാല് ചുറ്റിയാണ്. ഇവിടെ ഞങ്ങളും എടുത്തിട്ടുണ്ട് ഒരു കൊട്ടപ്പുല്ല്. ശ്രീമോൾക്ക് വീട്ടിൽ ആട് നോക്കാൻ സമയം കിട്ടിയില്ല. ശ്രീമോൾ ഇവിടെ വന്നൊരു ആടിനെ നോക്കുകയാണ്. ഇവിടെ കൊട്ടയിൽ വേണ്ട പുല്ല് കൊടുക്കാൻ മാത്രം ഉണ്ട്. ഇനി കൊണ്ടുവന്ന് വെച്ചിട്ട് തനു എന്തൊക്കെ പറയണ്ട്. കഴുതേനെ കണ്ടിട്ട് തനുവിന് കഴുതേനൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഒരു കൊല്ലത്തേക്ക് ക്രീമുകൾ കൊടുത്തല്ലേ തല്ലുകൂടിയാലോ. തൊട്ട് എന്താണ് കയ്യിന് കണ്ടിട്ടു. ഇതൊക്കെ നിറയെ കരിമ്പും. അത് തവള പ്രതിമയൊക്കെ ഉണ്ട്. തവള ഒറിജിനൽ കിട്ടാത്തോണ്ട് അവിടെ ഉണ്ടാവൂലേ. മത്തൻ്റെ ഒക്കെ പച്ചക്കറിയൊക്കെ നല്ല ഉണ്ട് ഇതില്. കറ്റാർവാഴ ശരിക്കും നമ്മളെ നാട് പോലെയൊക്കെ ഇതിവിടെ അല്ലേ. വയലറ്റ് ശംഖുപുഷ്പാണ് ഇതിന്റെ. പക്ഷേ ഇതിലും നല്ല കളറാവും. അത് എന്താ കളർ കുറവുണ്ട്. അതില് വെള്ളടി പുളുമ്പുളു നല്ല വേന എന്താ വിചാരിച്ചു. എൻ്റെ മക്കളിതാ കളി പാറയ്ക്ക് ട്രോളിയൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. കഴുത വരുന്നത് കുതിരവണ്ടിയല്ലേ കണ്ണാ. എന്താ ഒരു അയ്യോ അങ്ങനെ പിടിക്കാനാ. നല്ല കരച്ചില് കരയുണ്ട്. എന്താ വലിയ കുതിരവണ്ടി ഇത് വരുന്നു. ഇതിന് കുഴപ്പമൊന്നുമില്ല. മറ്റേത് ആൾക്കാർക്ക് ഇങ്ങനെ കറങ്ങി നടക്കാനാണ്. മറ്റത് കരഞ്ഞ് വിളിച്ചു പോയി. ആൾക്കാർ സവാരി ചെയ്യാണ് കുതിരവണ്ടിയിലൊക്കെ. അപ്പൊ ഇങ്ങനെ ഉള്ളേരിയത്തെ കാണാൻ പറ്റും അങ്ങനെ അല്ലേ. എന്താ വലിയൊരാള് വരുന്നു. വലിയൊരു കുതിര. അതുപോലെ തറവാട് പോലെ കിടക്കണ പോലെ ഉണ്ട് ഒരു വീട്. കാട്ടിക്ക ഇത്ര അടുത്ത് മയിലിനെ കണ്ടിട്ട്